ഹലോ എല്ലാവർക്കും നമസ്കാരം. ഞാൻ അബ്ദുൾ. സദേൺ ടൈൽസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് DJIയുടെ ഒരു മൈക്ക് സിസ്റ്റമാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് സിസ്റ്റത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ DJI ഇതിനൊരു ചാർജിങ് കേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മറ്റ് ബ്രാൻഡുകളോ മറ്റ് ചില മോഡലുകളോ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഫീച്ചർ ഉണ്ടാവണം എന്നില്ല. അപ്പോൾ ഈ ഫീച്ചർ ഉള്ള കാരണം കൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ ട്രാൻസ്മിറ്റർ ആയാലും റിസീവർ ആയാലും ഒരുമിച്ച് ചാർജ് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്ത് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. നല്ലൊരു സ്റ്റാൻഡേർഡ് പാക്കിങ്ങിലാണ് ഈ ഒരു ഐറ്റം വന്നിട്ടുള്ളത്. നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിൻ്റെ മെയിൻ സ്പെക്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 250 മീറ്റർ ട്രാൻസ്മിഷൻ റേഞ്ച്, ഡ്യുവൽ ചാനൽ റെക്കോർഡിംഗ്, 14 hours റെക്കോർഡിംഗ് മെമ്മറി, വൈഡ് കോമ്പാറ്റബിലിറ്റി, 15 hours ബാറ്ററി ലൈഫ് കൂടി DJI ഈ ഒരു പ്രൊഡക്റ്റിന് പറയുന്നുണ്ട്. ചെറിയൊരു ഓപ്പണിംഗ് കൂടി ഉണ്ട്. കട്ട് ചെയ്ത് തുറക്കാം. ബോക്സ് തുറന്നു വരുമ്പോൾ തന്നെ നമുക്കിവിടെ കുറച്ച് ഇൻഫർമേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ബോക്സിൻ്റെ അകത്തുള്ള ഐറ്റംസ് എന്തൊക്കെയാണെന്ന് ഇവിടെ പറയുന്നുണ്ട്. ചാർജിങ് കേസ്, റിസീവർ, 2 ട്രാൻസ്മിറ്റർ, ക്യാരിയിങ് പൗച്ച്, ഹോട്ട് ഷൂ അഡാപ്റ്റർ, 2 വിൻഡ് സ്ക്രീൻ, ഐഫോണിലേക്ക് കണക്ട് ചെയ്യാനുള്ള ഒരു അഡാപ്റ്റർ ഉണ്ട്, ടൈപ്പ് സി അഡാപ്റ്റർ ഉണ്ട്, ഒരു TRS കേബിൾ വന്നിട്ടുണ്ട് 3.5 mm, ഇൻസ്ട്രക്ഷൻ മാനുവൽ, 2 ക്ലിപ്പ് മാഗ്നറ്റ്സും ഒരു ടൈപ്പ് സി ചാർജിങ് കേബിളും കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ബോക്സിൻ്റെ അകത്ത് എന്താണെന്ന് നോക്കി നോക്കാം. ഓക്കെ, ഇതിൻ്റെ അകത്തൊരു അടിപൊളി പൗച്ചാണ് വന്നിരിക്കുന്നത്. DJIയുടെ ലോഗോയൊക്കെ കൊടുത്തിട്ട്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെ ഐറ്റംസ് ഉണ്ടെന്ന് നോക്കാം. 3.5 mm TRS കേബിൾ, വിൻഡ് സ്ക്രീൻ, ഓക്കെ, 2 ട്രാൻസ്മിറ്ററിനായിട്ട് 2 വിൻഡ് സ്ക്രീൻ വന്നിട്ടുണ്ട്. ഓക്കെ, ടൈപ്പ് എ ടൈപ്പ് സി USB കേബിൾ, പിന്നെ നമുക്ക് കുറച്ച് ഇൻഫർമേഷൻ ബുക്ക്ലെറ്റ്സ് ആണ് വന്നിട്ടുള്ളത്. നമ്മുടെ വാറണ്ടി ഇൻഫർമേഷൻ, സേഫ്റ്റി ഗൈഡ് ലൈൻസ് ഒരു ബുക്ക്ലെറ്റും, പിന്നെ നമ്മുടെ ക്വിക്ക് സ്റ്റാർട്ട് ഗൈഡും വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ആണ് പൗച്ചിൻ്റെ അകത്തുള്ളത്. അപ്പോൾ നമുക്കിനി മൈക്ക് സിസ്റ്റം എടുത്ത് നോക്കാം. കയ്യിലെടുക്കുമ്പോൾ തന്നെ ചെറിയൊരു വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു ഐറ്റം. ബോക്സിന് മുകളിലായിട്ട് DJIയുടെ ഒരു ലോഗോ വന്നിട്ടുണ്ട്. ഫുൾ ബ്ലാക്ക് കളറിലാണ് ഈ ഒരു ബോക്സ് മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. ചെറിയൊരു ബോക്സ് ആയതുകൊണ്ട് തന്നെ നമുക്കിത് ക്യാരി ചെയ്യാനായിട്ട് വളരെ എളുപ്പമായിരിക്കും. പുറകിലൊരു ടൈപ്പ് സി കണക്ഷൻ വന്നിട്ടുണ്ട് ഈ ബോക്സ് ചാർജ് ചെയ്യാനായിട്ട്. ബോക്സിന് താഴെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ചാർജ് ഇൻഡിക്കേഷൻ ലൈറ്റ് കാണാം ഫ്രണ്ടിൽ. നമ്മുടെ ട്രാൻസ്മിറ്ററും റിസീവറും ഒക്കെ ഓട്ടോമാറ്റിക്കലി ഓൺ ആയിട്ട് വരുന്നതാണ്. അതുപോലെ തന്നെ ഒരു പെർഫെക്റ്റ് അറേഞ്ച്മെൻറ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമുക്കിതിനകത്ത് വന്നിരിക്കുന്നത് 2 ട്രാൻസ്മിറ്ററാണ്. 2 ട്രാൻസ്മിറ്ററിനെ കൂടാതെ നമുക്കൊരു റിസീവർ കൂടി വന്നിട്ടുണ്ട്. റിസീവർ ടച്ച് ഡിസ്പ്ലേ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു മൈക്ക് സിസ്റ്റം നമുക്ക് ക്യാമറയായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഹോട്ട് ഷൂ അഡാപ്റ്റർ കൂടി വന്നിട്ടുണ്ട്. അതുകൂടാതെ സ്മാർട്ട് ഫോണുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ടൈപ്പ് സി അഡാപ്റ്റർ, കൂടാതെ ഐഫോണുമായിട്ട് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു ലൈറ്റ്നിങ് അഡാപ്റ്റർ കൂടി ഇതിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ട്രാൻസ്മിറ്റർ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ട്രാൻസ്മിറ്റർ എടുക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ DJIയുടെ ഒരു അടിപൊളി ലോഗോ വന്നിട്ടുണ്ട്. മുകളിൽ നമുക്ക് മൈക്രോഫോണും ഒരു ഹെഡ്ഫോൺ ജാക്കും വന്നിട്ടുണ്ട്. താഴേക്ക് വരികയാണെങ്കിൽ ചാർജിങ് പാഡ്സ് ഇവിടെയാണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. സൈഡിൽ നോക്കുകയാണെങ്കിൽ നമ്മുടെ പവർ ബട്ടണും ടൈപ്പ് സി കണക്ഷനും വന്നിട്ടുണ്ട്. ടൈപ്പ് സി കണക്ഷൻ നമ്മുടെ ഈ ഒരു ട്രാൻസ്മിറ്റർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചാർജ് ചെയ്യാനും ഡാറ്റ ട്രാൻസ്ഫർ ചെയ്യാനും ഉപയോഗിക്കാം. തൊട്ടപ്പുറത്തെ സൈഡിൽ ലിങ്ക് ബട്ടണും റെക്കോർഡ് ബട്ടണുമാണ് വന്നിരിക്കുന്നത്. ലിങ്ക് ബട്ടൺ നമ്മുടെ ഈ ഒരു ട്രാൻസ്മിറ്റർ റിസീവറുമായിട്ട് ലിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ബട്ടൺ. കൂടാതെ ക്ലിപ്പ് മാഗ്നറ്റ്സും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ട്രാൻസ്മിറ്ററിൽ വിൻഡ് സ്ക്രീൻ എങ്ങനെ കണക്ട് ചെയ്യാമെന്ന് നോക്കാം. വിൻഡ് സ്ക്രീൻ എടുത്തതിന് ശേഷം വിൻഡ് സ്ക്രീനിൽ ഒരു ലോക്ക് സിസ്റ്റം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്.
അപ്പോൾ നമ്മൾ വിൻസ്ക്രീൻ നേരെ എടുത്ത് മൈക്കിൻ്റെ മുകളിലായി വെച്ചതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് ടേൺ ചെയ്താൽ മതിയാവും. അപ്പോൾ ഈ വിൻസ്ക്രീൻ്റെ ഉപയോഗം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഔട്ട്ഡോർ ഷൂട്ടിങ്ങിനൊക്കെ പോവുകയാണെങ്കിൽ വിൻഡിൻ്റെ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്, നമ്മുടെ ഓഡിയോയിൽ നിന്ന് വിൻഡിൻ്റെ ഡിസ്റ്റർബൻസ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വിൻസ്ക്രീൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൻ്റെ പുറകിലായിട്ട് കൊടുത്തിരിക്കുന്ന മാഗ്നറ്റ് റിമൂവ് ചെയ്തതിന് ശേഷം നമ്മുടെ ടീഷർട്ടിലോ ഷർട്ടിലോ ഫിക്സ് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. വേറൊരു രീതിയിലും കൂടി ഈ ഐറ്റം യൂസ് ചെയ്യാം. നമുക്ക് ഈ ട്രാൻസ്മിറ്റർ ഷർട്ടിൻ്റെ അകത്ത് വെച്ചിട്ട് ഈ മാഗ്നറ്റ് പുറത്ത് കാണുന്ന രീതിയിലും വെച്ച് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇനി നമുക്ക് റിസീവർ ഒന്ന് സെറ്റപ്പ് ചെയ്ത് നോക്കാം. ഫസ്റ്റ് തന്നെ ലാംഗ്വേജ് സെലക്ഷനാണ് വന്നേക്കുന്നത്. ലാംഗ്വേജ് നമുക്ക് ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം. അത് കഴിഞ്ഞ് വരുന്നത് ഡേറ്റ് സെറ്റിങ്സ് ആണ്. ഡേറ്റ് സെറ്റ് ചെയ്തതിന് ശേഷം ടൈമും കൂടി സെറ്റ് ചെയ്ത് നെക്സ്റ്റ് കൊടുക്കാം. ഓക്കെ, നമ്മുടെ സിസ്റ്റം സ്റ്റാർട്ടായി വന്നിട്ടുണ്ട്. ഈ റിസീവർ ഡിസ്പ്ലേയിൽ എന്തൊക്കെയാണ് കാണുക എന്നുള്ളതൊന്ന് നോക്കാം. ആദ്യം കാണുന്നത് നമ്മുടെ മോഡ് ഇൻഫർമേഷൻ ആണ്. മോണോ അല്ലെങ്കിൽ സ്റ്റീരിയോ ഏതാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അത് കഴിഞ്ഞ് റിസീവറിൻ്റെ ഗെയിൻ കാണിക്കുന്നുണ്ട്. പിന്നെ റിസീവറിൻ്റെ ചാർജ്, 2 ചാനൽസ്, 2 ട്രാൻസ്മിറ്ററിൻ്റെയും ഇൻഫർമേഷൻ കൂടി ഈ ഒരു ഡിസ്പ്ലേയിൽ നമുക്ക് കാണാം. ട്രാൻസ്മിറ്ററിൻ്റെ ഗെയിൻ, ട്രാൻസ്മിറ്റർ ചാർജ്, സിഗ്നൽ സ്ട്രെങ്ത് ഒക്കെ ഈ ഒരു ഡിസ്പ്ലേയിൽ കാണാവുന്നതാണ്. ഇപ്പോൾ 2 ട്രാൻസ്മിറ്റർ ഓൺ ചെയ്ത കാരണമാണ് ഈ 2 സിഗ്നൽ. നമ്മൾ ഒരൊറ്റ ട്രാൻസ്മിറ്റർ യൂസ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ട്രാൻസ്മിറ്ററിൻ്റെ ഇൻഫർമേഷൻ മാത്രമേ കാണാൻ സാധിക്കുള്ളൂ. ഇനി നമുക്ക് റിസീവറിൻ്റെ ബാക്കി ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. സൈഡിലായിട്ട് ഒരു പവർ ബട്ടൺ വന്നിട്ടുണ്ട്, റിസീവർ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനുമായിട്ടുള്ള ബട്ടൺ. പിന്നെ ഒരു ടൈപ്പ് സി കണക്ഷൻ വന്നിട്ടുണ്ട്. റിസീവർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് ചാർജ് ചെയ്യാനും ഫയൽ ട്രാൻസ്ഫർ ചെയ്യാനും ഈ ഒരു കണക്ഷൻ വേണം. പുറകിലായിട്ട് അഡാപ്റ്റർ കണക്ഷൻ വന്നിട്ടുണ്ട്. നമ്മുടെ ഹോട്ട് ഷൂ അഡാപ്റ്റർ ആണെങ്കിലും അതല്ല ഫോൺ അഡാപ്റ്റേഴ്സ്, ടൈപ്പ് സി ഫോൺ അഡാപ്റ്റർ, ഐഫോൺ അഡാപ്റ്റർ ആണെങ്കിലും ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കേണ്ടത്. ഞാനിവിടെ നിങ്ങൾക്ക് ഹോട്ട് ഷൂ അഡാപ്റ്റർ ഒന്ന് കണക്ട് ചെയ്ത് എങ്ങനെയാണ് യൂസ് ചെയ്യാമെന്ന് കാണിച്ചു തരാം. ഹോട്ട് ഷൂ അഡാപ്റ്റർ എടുത്തതിന് ശേഷം അതൊന്ന് ചെറുതായി ഓപ്പൺ ചെയ്ത് റിസീവറിൽ കാണിക്കുന്ന ആരോ പ്രകാരം നമ്മളിത് ആ പോയിന്റിലേക്ക്, അഡാപ്റ്റർ പോയിന്റിലേക്ക് വെച്ച് കൊടുത്ത് സ്ലൈഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. ഓക്കെ, അതിനുശേഷം ഈ ഒരു റിസീവർ നമുക്ക് ക്യാമറയിൽ മൗണ്ട് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു മൈക്ക് സിസ്റ്റം നമുക്ക് അങ്ങനെ കണക്ട് ചെയ്ത് യൂസ് ചെയ്യാം. പിന്നിലായിട്ട് ഒരു ചാർജിങ് പാഡ്സ് വന്നിട്ടുണ്ട്. സൈഡിലായിട്ട് ഈ ഒരു TRS കേബിൾ നമ്മുടെ ഇവിടെ ഔട്ടിൽ കണക്ട് ചെയ്തതിന് ശേഷം ക്യാമറയിലേക്ക് കണക്ട് ചെയ്തിട്ടാണ് DJI മൈക്ക് നമ്മൾ ഉപയോഗിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിലത്തെ മെനൂസൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. മുകളിൽ നിന്ന് സ്വൈപ്പ് ഡൗൺ ചെയ്തതിന് ശേഷം ഫസ്റ്റ് കാണുന്നത് മോണോ സ്റ്റീരിയോ മോഡാണ് ഫസ്റ്റ് കാണുന്ന ഓപ്ഷൻ. രണ്ടാമത് റിസീവർ ഗെയിൻ, വോളിയം, ട്രാൻസ്മിറ്റർ സെറ്റിങ്സ് ഇത്രയും ഓപ്ഷൻസാണ് ഇതിലുള്ളത്. സെറ്റിങ്സിൽ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലിങ്ക് ഡിവൈസ് ഓപ്ഷൻ ഉണ്ട്, ബ്രൈറ്റ്നസ്, ലാംഗ്വേജ്, ഡേറ്റ് ടൈം സെറ്റിങ്സ്, ഫാക്ടറി റീസെറ്റ്, നമുക്ക് വേർഷൻ ഒന്ന് നോക്കാം. ഫേംവെയർ വേർഷൻ ഏതാണെന്ന് ഇതിൽ കാണിക്കുന്നുണ്ട്. നമുക്ക് സീരിയൽ നമ്പർ, നമ്മുടെ യൂണിറ്റിൻ്റെ സീരിയൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. ഫേംവെയർ വേർഷൻ, ട്രാൻസ്മിറ്റർ വേർഷൻ. അവസാനമായി നമുക്കൊന്ന് ചാർജ് ചെയ്യണത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. തുടർന്നും ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് കാണുന്നതിനായി സദേൺ ടൈൽസ് എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ടതാണ്. താങ്ക്